സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് സമരം ശക്തമാക്കുന്നതിനിടെ ഡൽഹിയിൽ നിന്ന് നിർണായക കൂടിക്കാഴ്ച. ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി ഉച്ചതിരിഞ്ഞ് 3:10 പാർലമെന്റിൽ കൂടിക്കാഴ്ച നടത്തും. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾക്ക് പുറമെ കേരളത്തിന്റെ എയിംസ് എന്ന ആവശ്യവും കൂടിക്കാഴ്ചയിൽ കേരളം ഉയർത്തും. കാണാൻ നമുക്ക് സൗകര്യമുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് കൂടി എന്റെ ഓഫീസ് ആശയവിനിമയം നടത്തി. അദ്ദേഹത്തിന്റെ കൂടി സൗകര്യമുള്ള 3 ദിവസങ്ങൾ അറിയിച്ചിരുന്നു. ഇപ്പോൾ കേരള ഹൌസിൽ നിന്ന് റെസിഡന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ഇന്ന് അപ്പോയിന്റ്മെന്റിന് സൗകര്യമുണ്ട് എന്നുള്ളത് അറിയിച്ചിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ആശമാരുടെ അടക്കമുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും അതെ. ആശമാരുടെ ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം, അതോടൊപ്പം തന്നെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരുന്ന കാര്യം, അതുൾപ്പെടെയുള്ള 3-4 വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി കഴിഞ്ഞ തവണ ഞാൻ റെപ്രസെന്റേഷൻ നൽകിയിരുന്നു. ഇന്ന് വീണ്ടും നൽകും. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഈ ആശാ വർക്കേഴ്സിന്റെ സമരത്തിന്റെ കാര്യത്തിൽ അനുകൂലമായ സമീപനം കേന്ദ്രം സ്വീകരിക്കണം എന്ന ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നു. അത് കേന്ദ്ര ആരോഗ്യമന്ത്രി നേരിട്ട് ഒരിക്കൽ കൂടി ശ്രദ്ധയിലേക്ക് ആവശ്യം കൊണ്ടുവരാൻ പോകുന്നു. പ്രത്യേകിച്ച് ഈ ആശാ വർക്കേഴ്സിന്റെ സമരം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ എന്താണ് ആരോഗ്യമന്ത്രി വിശദീകരിച്ചത്? എയിംസ് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പ്രധാന ആവശ്യം അതും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ പോകുന്നു. കൂടിക്കാഴ്ച നിർണായകമാണ്. വിവരങ്ങൾ വിനീത. തീർച്ചയായും ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കൂടിക്കാഴ്ച വളരെ നിർണായകം തന്നെയാണ്. കാരണം ആശുമാരുടെ പ്രതിഷേധം മുടിമുറിച്ചുകൊണ്ടടക്കം അവർ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് അതൊരു മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ച എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ പ്രാധാന്യം. നേരത്തെയും ഈ കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനായി മന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്നും ചില വിഷയങ്ങൾ, ആശുമാരുടെ അടക്കമുള്ള വിഷയങ്ങൾ ആ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് മന്ത്രി നേരത്തെയും അറിയിച്ചിരുന്നത്. അതേ വിഷയങ്ങൾ തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിലും ചർച്ച ചെയ്യുക. ഇന്ന് വൈകിട്ട് 3:10 പാർലമെന്റിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. നിലവിൽ പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭയൊക്കെ തന്നെ നടക്കുന്നു വരികയാണ്. അതിനിടയിൽ പാർലമെന്റിൽ വെച്ച് തന്നെയായിരിക്കും ഈ കൂടിക്കാഴ്ച എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് JP നദ്ദയുടെയും ഒപ്പം തന്നെ മന്ത്രി വീണ ജോർജിന്റെയും ഒക്കെ സൗകര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കൂടിക്കാഴ്ച ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ആശമാരുടെ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക, അതുകൂടാതെ തന്നെ തൊഴിൽ നിയമ പരിധിയിൽ ആശമാരെ കൂടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. അതിനു പുറമെ കേരളത്തിന്റെ ഏറെ നാളായിട്ടുള്ള ആവശ്യമാണ് എയിംസ്. ഈ എയിംസ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ മന്ത്രി എത്തിയപ്പോൾ സൂചിപ്പിച്ചിരുന്നത് വയനാടും കാസർഗോഡും ഒക്കെ കേരള മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു. ഇതിന് കേന്ദ്രത്തിന്റെ കൂടി ഒരു പിന്തുണ കേരളം തേടുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. നേരത്തെയും ഈ കൂടിക്കാഴ്ചയ്ക്കായി സമയം തേടിക്കൊണ്ട് 2 തവണയാണ് മന്ത്രി കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഈ പാർലമെന്റ് 3:10 ആരോഗ്യമന്ത്രി വീണ ജോർജിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. വിനീത VG വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. അതേസമയം തദ്ദേശ സ്ഥാപനങ്ങൾ ആശമാർക്ക് തുക വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നത് രാഷ്ട്രീയ നാടകം എന്നായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. തനത് ഫണ്ടിൽ നിന്ന് തുക നൽകണമെങ്കിൽ സർക്കാരിന്റെ അംഗീകാരം വേണമെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. അധികം വാങ്ങിയ പൈസ തദ്ദേശ സ്ഥാപനങ്ങളോട് വാങ്ങിയവരോട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഈ പ്രമേയം പാസ്സാക്കിയവർ വളരെ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. അന്ന് അതിന്റെ പഴി മുഴുവൻ ആർക്കായിരുന്നു? സർക്കാരിനായിരുന്നു. സർക്കാരിന്റെ കൊള്ള എന്നാണ്. ചില്ലിക്കാശ് സർക്കാരിനില്ല, ഇവർക്കാണ്. ഇവര് കാശ് വാങ്ങി വെച്ചിരിക്കുകയാണ്. അതുപോലൊരു രാഷ്ട്രീയ അഭ്യാസം മാത്രമാണ്. തനത് ഫണ്ടിൽ നിന്ന് സാധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗീകാരം നേടാത്ത ഒന്നും ചെലവഴിക്കാൻ പറ്റില്ല, ഒന്നിനും വിനിയോഗിക്കാൻ പറ്റില്ല. പിന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതാണെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. സർക്കാരിന്റെ അനുമതിയല്ല, യഥാർത്ഥത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് അനുമതി കൊടുക്കേണ്ടത്. അല്ല, സംസ്ഥാന തലത്തിലുള്ള കോർഡിനേഷൻ കമ്മിറ്റി.